ത്രീ ക്രിപ്പിൾസ്. ലണ്ടനിലെ ലിറ്റിൽ സാഫ്രൻ കുന്നിലെ അഴുക്കുപിടിച്ച് ഇരുണ്ട ഒരു മദ്യശാലയായിരുന്നു. വില്യം സൈക്സ് മദ്യവും കഴിച്ച് എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അയാളുടെ നായ ബുൾസൈ താഴെ കാൽക്കൽ എന്തോ തിന്നും കൊണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. അത് തലയുയർത്തി കൃത്യമായ ഇടവേളകളിൽ യജമാനനെ നോക്കി കണ്ണിറുക്കിക്കൊണ്ടിരുന്നു. അയാളുടെ ഇരുണ്ട മാനസികാവസ്ഥയോ അല്ലെങ്കിൽ നായയുടെ കണ്ണിറുക്കൽ കണ്ട് വെറുപിടിപ്പിച്ചിട്ടോ എന്തോ അയാൾ നായയെ കാലുകൊണ്ട് ഒറ്റത്തൊഴി കൊടുത്തു. അതും അതേപോലെ ദേഷ്യം പിടിച്ചു നിൽക്കുകയായിരുന്നു. സാധാരണ പോലെ വിനയം കാണിക്കാതെ മുരണ്ട് സൈക്സിനെ ഒന്ന് പതുക്കെ കടിച്ചു. സൈക്സ് ഒരു ജഗ്ഗെടുത്ത് അതിന്റെ മേലേക്കിട്ടു. നായ അപ്പോഴേക്കും മേശക്കടിയിൽ ഒളിച്ചു കളഞ്ഞു. നീ എന്നെ കടിക്കുമല്ലേ? തീയുന്തുന്ന കോൽ ഒരു കൈയിലും മറ്റേ കൈയിൽ മടക്കുകത്തിയും പിടിച്ചുകൊണ്ട് അയാൾ അലറി വിളിച്ചു. വാ വൃത്തികെട്ട ജന്തു! നായ ഉച്ചത്തിൽ മുരണ്ടു. എന്നിട്ട് തീയുന്തുന്ന കോൽ യജമാനന്റെ കയ്യിൽ നിന്നു കടിച്ചെടുക്കാൻ ശ്രമിച്ചു. ഇതോടെ സൈക്സിന് കൂടുതൽ കലിയിളകി. അയാൾ കുനിഞ്ഞ് നായയെ ശക്തിയോടെ അടിക്കാൻ തുടങ്ങി. നായ ഇരുവശങ്ങളിലേക്കും ചാടിയും കടിച്ചും കൊണ്ട് ഓടിമാറാൻ തുടങ്ങി. വാതിൽ പെട്ടെന്ന് തുറന്ന് ബുൾസൈ പുറത്തേക്ക് കുതിച്ചു. ഞാനും എന്റെ നായയും ഉള്ളിടത്ത് ആരാടാ മൂന്നാമതൊരാൾ? സൈക്സ് കടന്നു വന്ന പുതിയ ആളോട് തട്ടിക്കയറി. അത് ഫാഗിനായിരുന്നു. അയാൾ ബന്ധപ്പെട്ട് ചിരിച്ചു. ക്ഷമിക്കണം, എനിക്കറിയില്ലായിരുന്നു. ശരി, എനിക്കാ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് നശിച്ച മനുഷ്യ? ഫാഗിൻ ഒരു പഴയ കൈത്തുവാല പോക്കറ്റിൽ നിന്നു വലിച്ചെടുത്തു. അതിന്റെ ഒരു മൂലക്കൽ ഒരു തവിട്ടുപൊതി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അതിലേതാനും സ്വർണ്ണ നാണയങ്ങളുണ്ടായിരുന്നു. സൈക്സ് അത് എണ്ണാൻ തുടങ്ങി. ഇത്രയുള്ളൂ? വരുന്ന വഴിക്ക് ഇതിൽ നിന്ന് 1-2 നീ എടുത്തിട്ടില്ല എന്നുറപ്പല്ലേ? സൈക്സ് സംശയത്തോടെ ചോദിച്ചു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ വിശ്വാസവഞ്ചന ഞാൻ ചെയ്യില്ലെന്ന്. ഒരു ഉണ്ടാക്കിച്ചിരി ചിരിച്ച് ഫാഗിൻ മറുപടി പറഞ്ഞു. എന്ന കാഴ്ചയിൽ ദുഷ്ടത്തരമുള്ള ഒരു യുവജൂതനോട് എന്തോ വാങ്ങിവരാൻ പറഞ്ഞു. അയാൾ പബ്ബിലേക്ക് ഓടിച്ചെന്ന് പിന്നെയും മദ്യം കൊണ്ടുവന്നൊഴിച്ചു. ഇനി ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഫാഗിൻ ബാർണിയോട് ചോദിച്ചു. വേറെ ആരുമില്ല, നാൻസി ഉണ്ട്. അവൾ ബാറിലിരുന്നു ഭക്ഷണം കഴിക്കുകയാണ്. നാൻസി, അവളെ ഇങ്ങ് വിളിച്ചേ, സൈക്സ് പറഞ്ഞു. നാൻസി അവൾ മജിസ്ട്രേറ്റിനെ കാണാൻ പോയപ്പോൾ ഇട്ടിരുന്ന അതേ വേഷം കെട്ടലുകളോടെയാണ് വന്നത്. നീ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണോ നാൻസി? സൈക്സ് ചോദിച്ചു. അതെ ബിൽ, എനിക്കിത് മതിയായി. ആ കൊച്ച് കഴിഞ്ഞ കുറേയാഴ്ചയായി കിടപ്പാണ്. പിന്നെ ഫാഗിൻ പുരികമുയർത്തി അധികം സംസാരിക്കണ്ട എന്ന് കാണിച്ചപ്പോൾ അവൾ പെട്ടെന്ന് നിർത്തി. ശരി, ഞാൻ പോവുകയാണ്. അവൾ തലയിലൂടെ ഷാൾ വലിച്ചിട്ട് യാത്ര പറഞ്ഞു. അവൾ പബ്ബിന് പുറത്തിറങ്ങി. പുറകെ സൈക്സും. മുറ്റത്ത് എവിടെയോ ഒളിച്ചിരുന്ന നായയും അവരെ പിന്തുടരാൻ തുടങ്ങി. ഫാഗിൻ തന്റെ മുഷ്ടി ഉയർത്തി. അയാളുടെ കണ്ണുകളിൽ ഒരു കൊലയാളിയുടെ ദേഷ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. പുസ്തകക്കടയിലേക്കുള്ള വഴി അറിയാം എന്ന് ഒലിവർ നുണ പറഞ്ഞതല്ല. അവൻ ക്ലർക്വെൽ തെരുവ് മുഴുവൻ നടന്നു. ധൃതിയിൽ ശ്രദ്ധിക്കാതെ അവൻ ഒരു ഇടവഴിയിലേക്ക് തിരിഞ്ഞു. അവന് അവന്റെ വഴി തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവന്റെ തലവിധി മറ്റൊന്നായേനെ. അവൻ ആ വഴി തന്നെ യാത്ര തുടർന്നു. എന്നാൽ അവൻ അറിയാമായിരുന്നു ഈ വഴി പ്രധാന നിരത്തിൽ ചെന്നെത്തുമെന്ന്. അവൻ ധൃതിയിൽ തലകുനിച്ച് പുസ്തകക്കെട്ട് നെഞ്ചോടടുക്കി പിടിച്ചു നടന്നു. അവനിൽ പ്രസാദിച്ചിരിക്കുന്ന ഭാഗ്യദേവതയെ ഓർത്തുകൊണ്ടൊക്കുമെങ്കിൽ കൊച്ചു ഡിക്കിനെ കൂടെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവൻ നടക്കുകയായിരുന്നു. പെട്ടെന്ന് 2 കൈകൾ അവന്റെ കഴുത്തിൽ ചുറ്റുകയും ഒരു പെൺകരച്ചിൽ കേൾക്കുകയും ചെയ്തപ്പോൾ അവൻ ഞെട്ടിത്തരിച്ചുപോയി. ഒലിവർ. നോളി, എന്റെ അനിയ, നീ എവിടെയായിരുന്നു ഇതുവരെ? നിന്നെ കണ്ടുകിട്ടിയല്ലോ, ദൈവത്തിന് നന്ദി. തൊപ്പിയും ബാസ്ക്കറ്റുമൊക്കെ അടുക്കിപ്പിടിച്ച ആ പെൺകൈഗുരുക്കിൽ നിന്നു രക്ഷപ്പെടാൻ ഒലിവർ ഒത്തിരി പണിപ്പെട്ടു. നീയാര? ഒലിവർ കരഞ്ഞു. എനിക്ക് നിന്നെ അറിയില്ല. നീ എന്തിനാ എന്നെ പിടിച്ചു നിർത്തിയത്? അവൾ അവിടെ കൂടി നിന്നിരുന്ന ആളുകളോടായി പറഞ്ഞു. ഇവൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയതാണ്. അമ്മ അന്നു മുതൽ നെഞ്ചു പൊട്ടിക്കരച്ചിലാണ്. നീ ഇവിടെ നിന്നിട്ടെന്തിനാണ്? ഇപ്പോ തന്നെ നീ എന്റെ കൂടെ വരണം, ദുഷ്ടൻ ചെറുക്ക. അവൾ മനോനില തെറ്റിയവരുടേതുപോലെ നിലവിളിക്കാൻ തുടങ്ങി. ഒരാൾ ഡോക്ടറെ വിളിക്കണോ എന്നുവരെ അന്വേഷിച്ചു. കുട്ടി പിശാച്ച്, ഒരു സ്ത്രീ അവനെ നോക്കി പറഞ്ഞു. വീട്ടിൽ പോടാ കൊച്ചുതമ്മാടി, മറ്റൊരുവൾ വിളിച്ചു പറഞ്ഞു. ഞാൻ തെമ്മാടിയൊന്നുമല്ല. ഇവൾ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞും കൂടാ. സ്വതന്ത്രയാവാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒലിവർ വിളിച്ചു പറഞ്ഞു. എനിക്കിവളെ അറിയില്ല. എനിക്ക് അച്ഛനും അമ്മയുമില്ല, സഹോദരിയുമില്ല. ഞാനൊരു അനാഥനാണ്. പെൻഡോൺ വില്ലയിലാണ് താമസിക്കുന്നത്. അവനെ നോക്കൂ, നാണം എന്നൊന്നില്ല, ഒരു സ്ത്രീ അതിശയത്തോടെ പറഞ്ഞു. ഒലിവർ അവരുടെ മുഖം ആദ്യമായി കാണുകയായിരുന്നു. എന്താ ഇത് നാൻസി? അവൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. അവന് സ്വയം നിയന്ത്രിക്കാനായില്ല. ഒരു കരച്ചിൽ അവന്റെ ചുണ്ടിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ടു. നോക്കൂ, നോക്കി നിന്നവരോടായി അവൾ പറഞ്ഞു. അവൻ എന്നെ അറിയാം. ഒലിവർ, ഒന്ന് വരൂ വീട്ടിലേക്ക്. ഇതെന്ത് ചെകുത്താനാണ്? ബീർഗഡയിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരാൾ ഒച്ചവച്ചു. വാ, അമ്മയുടെ അടുത്തേക്ക് പോ ഒലിവർ. എന്നിട്ട് സെക്സ് അവന്റെ കൈ പിടിച്ചു വലിച്ച് ദൂരെ കൊണ്ടുപോയി. എന്നെ രക്ഷിക്കൂ, എനിക്ക് ഈ ആളുകളെയൊന്നും അറിയില്ല. ഒലിവർ ഒച്ചവച്ചു. ഞാനിവരുടെ കൂട്ടത്തിൽ പെട്ടതല്ല.
എന്നെ രക്ഷിക്കൂ. സെക്സ് അവന്റെ കയ്യിൽ നിന്നു പുസ്തകങ്ങൾ തട്ടിത്തെറിപ്പിച്ചിട്ട് തലയിൽ ഒറ്റ അടിവച്ചു കൊടുത്തു. വീണ്ടും മോഷ്ടിച്ചോ? നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അത് ശരി, രണ്ട് സ്ത്രീകൾ പറഞ്ഞു. അതവനെ നേരെയാക്കും. വാടാ പോക്കിരി, വാ. ഒലിവർ അടുത്തിടെ ഉണ്ടായ അസുഖം കാരണം തീരെ അവശനായിരുന്നു. അടിയുടെ ആഘാതം, ഉണ്ടായ സംഭവങ്ങൾ, നായയുടെ മുരൾച്ച, ആ മനുഷ്യന്റെ മൃഗതുല്യമായ ശബ്ദം, ഇവയ്ക്കെല്ലാം മുന്നിൽ ഒരു കൊച്ചുപയ്യൻ എന്തു ചെയ്യും? അവന്റെ കരച്ചിലുകളെല്ലാം ബധിരകർണങ്ങളിലാണ് ചെന്നു വീണത്. അവനെ പെട്ടെന്ന് തന്നെ നാൻസിയും സൈക്സും ഇരുണ്ട ഇടവഴികളിലൂടെ എടുത്തുകൊണ്ടുപോയി. ഒന്ന് അലറി വിളിക്കാൻ പോയിട്ട് ശ്വാസം വിടാൻ തന്നെ അവന് കഷ്ടിച്ചേ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ ഇരുട്ടായി. മിസ്റ്റർ ബ്രൗൺലോയും മിസ്റ്റർ ഗിംബിറ്റും മേശക്കിരുപുറവുമായി അപ്പോഴും ഇരിക്കുകയായിരുന്നു. വെളിച്ചം മങ്ങിയിട്ടും ഒലിവർ തിരിച്ചെത്താതായപ്പോൾ ബ്രൗൺലോയുടെ ഹൃദയം കനം തൂങ്ങിത്തുടങ്ങി. മിസ്സസ് ബെഡ്വിന് ആദ്യമേ തന്നെ ഒലിവറിനെ പറഞ്ഞുവിടുന്നത് തീരെ പിടിച്ചിരുന്നില്ല. അവർ ഒരു 100 തവണ വാതിൽക്കലോളം ചെന്ന് തിരിച്ചു വന്നിട്ടുണ്ടാകും. തന്റെ പ്രിയപ്പെട്ട ഒലിവറിനൊന്നും സംഭവിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ വാതിൽക്കലേക്ക് നോക്കി നിൽക്കാൻ തുടങ്ങി.